മാർപ്പാപ്പയുടെ സന്ദർശനത്തിന് മുന്നോടിയായി വിവിധ മതനേതാക്കളെ അണിനിരത്തി അബുദാബിയിൽ നടന്ന ആഗോള മാനവ സൗഹൃദ സംഗമത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും പ്രമുഖരെത്തി. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, സീറോ മലബാർ സഭാധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരി, മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ, സ്വാമി അമൃത സ്വരൂപാനന്ദ എന്നിവർ മീഡിയ വണ്ണുമായി അനുഭവം പങ്കുവയ്ക്കുന്നു. ഏതൊക്കെ രീതിയിലാണ് വിവിധ മതങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യ ചർച്ച ഇവിടെ നടക്കുന്നത്? ഐക്യ ചർച്ച എന്ന് പറഞ്ഞാൽ മതങ്ങൾ പരസ്പരമുള്ള ധാരണയോടുകൂടി പ്രവർത്തിക്കുക, മതവിശ്വാസികൾ ജീവിക്കുക, അതുപോലെ തന്നെ ഒന്നിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഒരു ധാരണയിലാണ്, എന്നുള്ള ഒരു ദർശനത്തോടു കൂടിയാണ് ഇവിടെ ചർച്ചകളൊക്കെ നടക്കുന്നത്. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിവരിലും പൊതുവിൽ മനുഷ്യരെല്ലാവരും സഹോദരങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരാണല്ലോ. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ചകളും ഒക്കെ നടത്തുന്നത്. ഈ സമ്മേളനത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? ഈ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്? ഒരേ ഒരു വിഷയം, അത്തായുഷു സിൽമിയു ബൈനൽ അദിയാനിൽ മുഖ്തലിഫ എന്ന് അറബിയിൽ പറയും. അതായത് എല്ലാ മതങ്ങളും യോജിച്ചുകൊണ്ട് അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം രാജ്യത്ത് ഒറ്റക്കെട്ടായി നിൽക്കുകയും ഒരാൾ മറ്റൊരാളെ കൊല്ലാനും തല്ലാനും നശിപ്പിക്കാനും ശ്രമിക്കാതെ അങ്ങുമിങ്ങും പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന വിട്ടുവീഴ്ചയുടെ മതമാണ് ഇസ്ലാം. എല്ലാ മതവും അങ്ങനെ വിട്ടുവീഴ്ചയുടെ മതമാണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കുകയും ആ വിഷയമാണ് ഇവിടെ പ്രധാനമായി ആദ്യം മുതൽ അവസാനം വരെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഏത് തരത്തിലാണ് ഇപ്പോൾ ഇവിടെ ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഏത് വിഷയത്തിലൂന്നിയിട്ടാണ് കൂടുതൽ ചർച്ചകൾ നടന്നത്? ഈ മനുഷ്യ സാഹോദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിൽ ഇസ്ലാം, ക്രൈസ്തവ, യഹൂദ, ഹിന്ദു മതങ്ങളിൽപ്പെട്ട ആളുകളുടെ നേതാക്കന്മാരെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയുള്ള ഒരു ചർച്ചയാണ്. ഈ ചർച്ച എന്നത് ഒരു സാഹോദര്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള പുതിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ തുറവിയോടുകൂടിയ ഒരു ശ്രദ്ധയോടുകൂടിയ ബഹുമാനത്തോടു കൂടിയ ഒരു സ്വീകരണം ഈ ആശയങ്ങൾക്കും ഈ ആശയം പ്രതിഷ്ഠിക്കുന്നതിനുള്ള സമർപ്പണത്തിനും വേണ്ടി നൽകുന്നുണ്ടെന്നാണ് എൻ്റെ നിരീക്ഷണം. ഇത് പുതിയ ഒരു സംരംഭമായി അല്ലെങ്കിൽ പുതിയ ഒരു കാഴ്ചപ്പാടോടുകൂടി UAE ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഫലപ്രദമായ ഒരു കാര്യം. അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തോട് ഈ സമ്മേളനത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. നമസ്കാരം. ഇത് തീർച്ചയായിട്ടും ഇത് ഫലപ്രദം തന്നെയാണ്, ഫലപ്രദമാകണം. അതിന് വളരെ ഗംഭീരമായ ഒരു തുടക്കം കുറിച്ചു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും അത് ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അതിന് ആരംഭം കുറിച്ചത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മതങ്ങളും മത നേതാക്കന്മാരും ആധ്യാത്മിക ഗുരുക്കന്മാരും ഒക്കെ ലോകമെമ്പാടും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് ഇവിടെ ആരംഭിച്ചത് ഒരു മഹാകാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു ഊർജം, ഒരു പ്രത്യേക തരത്തിലുള്ള എനർജി ലെവൽ ഇവിടെ കാണാനുമുണ്ട്.